ചെറിയ സദസ്സാണെങ്കിലും ഈ മാസത്തിൻ്റെ പ്രത്യേക കണക്കിലെടുത്ത് എളിയ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. മൈക്കൊടിഞ്ഞി വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടായിരുന്നു. പക്ഷേ നീട്ടിപ്പരത്തി പറയുമ്പോൾ ഈ സദസ്സിൻ്റെ ഔപചാരികതയ്ക്ക് അതിന് മങ്ങലേൽപ്പിക്കേണ്ട എന്ന് കരുതി നമ്മുടെ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. പ്രാസ്ഥാനികമായി വിഘടിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അനൈക്യത്തിലേക്ക് നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ മൈക്കൊടിഞ്ഞി എന്ന വാട്സപ്പ് കൂട്ടായ്മ ഒരു തുടക്കം കുറിക്കുകയാണ്. നാട്ടിലെ ഐക്യത്തിന് വേണ്ടി, സാമുദായിക ഐക്യം നിലനിർത്തുന്നതിന് വേണ്ടി ആദരവായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനിച്ച ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഈ ഒരു സിംപോസിയത്തിന് വളരെ പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. വേദിയെ സമ്പുഷ്ടമാക്കിക്കൊണ്ട് കൊടി കോറ്റത്തങ്ങാടി ജുമാഅത്ത് പള്ളിയിലെ ഖതീബ് പ്രിയങ്കരനായ നവാസ് ദാരിമി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഫാറൂഖ് നഗർ സുന്നി മസ്ജിദിലെ പ്രിയങ്കരനായ സുലൈമാൻ സഖാഫി അദ്ദേഹത്തെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഫാറൂഖ് നഗറിലെ മസ്ജിദിൽ ഹിലാൽ പള്ളിയിലെ മസ്ജിദിലെ പ്രിയങ്കരനായ ഖതീബ് ഖാലിദ് സാഹിബ് അവരെയും ഈ അവസരത്തിൽ ഈ വേദിക്ക് വേണ്ടി കൃത്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ മൈക്കൊടിഞ്ഞിയുടെ അംഗങ്ങളും അവരുടെ മാതാപിതാക്കളും കുടുംബങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു സദസ്സിന് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ സദസ്സ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ ഷെരീഫ് പാട്ടശ്ശേരി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നമസ്കാരം. ശ്രീമതി ഖാലിദ് സാഹിബ് നമ്മുടെ വേദിയിലുള്ള അഭിവാദ്യം, അബ്ദുൽ സിദ്ദീഖ് പാട്ടശ്ശേരി, കൂടാതെ സദസ്സിലുള്ള മൈക്കൊടിഞ്ഞിൻ്റെ മെമ്പർമാർ, എൻ്റെ സഹോദരന്മാർ, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ആസ്വദിക്കുന്ന പരിപാടിയാണ്. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം നമുക്ക് ആളുകൾ കുറഞ്ഞു. അൽഹംദുലില്ലാഹ്, എന്നാലും നമ്മുടെ ആളുകൾ, കുറേ ആളുകൾ സദസ്സിലുണ്ട്. ഈ പരിശുദ്ധ റബീഉൽ അവ്വലിൻ്റെ ഈ പുണ്യ റസൂലിൻ്റെ ജന്മത്തിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ പരിപാടി മൈക്കൊടിഞ്ഞി പുതുതായിട്ട് ഒരു പരിപാടി തുടങ്ങിയതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ വീട്ടിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അവരവസരമല്ല. നമുക്ക് ഈ റബീഉൽ സന്ദേശത്തിനായി നൽകാനായി ഞാൻ ബഹുമാനപ്പെട്ട പണ്ഡിതൻ നവാസ് ദാരിമി ഉസ്താദിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. അവരെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റബീഉൽ സന്ദേശം 2024 നമ്മോട് സംബന്ധിക്കുന്നതിന് വേണ്ടി കൊറ്റങ്ങാടി ജുമാ മസ്ജിദ് ഖതീബ് നവാസ് ദാരിമിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة. عن أنس رضي الله عنه: والله ما رأيت أحدا كان أرحم على العيال من رسول الله صلى الله عليه وسلم. ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ ഒരു വേദിയുടെ അധ്യക്ഷൻ ഷരീഫ് സാഹിബ്, ഇവിടെ ഖിറാഅത്ത് അവതരിപ്പിച്ച ആസിഫ് സാഹിബ്, സ്വാഗതം പറഞ്ഞ റഷീദ് സാഹിബ്, ഇവിടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന സുലൈമാൻ സഖാഫി, കെ വി ഖാലിദ് സാഹിബ്, മറ്റു എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംഗമം കബൂലാക്കട്ടെ. ആമീൻ. മൈക്കോടിന്റെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതായ ഈ പരിപാടി റബീഉ സന്ദേശം വളരെയധികം നല്ല ഒരു പരിപാടിയാണ്. കാരണം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ലൊരു പരിപാടി നടത്താൻ മൈക്കൊടിഞ്ഞിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. സുദീർഘമായി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ പ്രയാസപ്പെടുത്തുന്നില്ല. ഇതേ പ്രകാരമുള്ള ഒരു ഐക്യത്തോടുകൂടെയുള്ളതായ ഒരു മുന്നേറ്റം നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകണമെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ ഉണർത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റബീഉൽ അവ്വൽ മാസം എന്നുള്ളത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ചു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ മാതൃകയുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഏതൊരു കാര്യം എടുത്തു നോക്കിയാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഒരുപാട് മാതൃകകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഏതൊരു മേഖലയാണ് എന്നുണ്ടെങ്കിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മാതൃകയാക്കണം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്, വല്ലാഹി മാ റഅയ്തു അഹദൻ കാന അർഹമു അലൽ അയ്യാലി ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ കുടുംബത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബപരമായിട്ടുള്ളതായ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അതേ പ്രകാരം തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടികളോട് കാണിച്ചതായ അനുകമ്പ നോക്കുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നമുക്ക് നല്ല ഒരു മാതൃക കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ റഅയ്തു അഹദൻ, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല, കാന അർഹമു അലൽ അയ്യാരി, തന്റെ കുടുംബങ്ങൾക്ക് ഏറ്റവും കരുണ ചെയ്യുന്നതായ ആളായിട്ട് ആരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹി തങ്ങളുടെ സേവകനായ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീകളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു കൊച്ചു കുഞ്ഞായി നിൽക്കുന്നതായ സമയത്ത് മഹാനായ അബൂ ഉമൈർ റളിയല്ലാഹു അൻഹു കാണുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുമത്രേ, ഉമൈറെ, എന്താ നിങ്ങളുടെ പക്ഷിക്കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമെന്ന്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാലും അതേ പ്രകാരം രണ്ട് കൈകളെ മുട്ടുകുത്തിക്കൊണ്ട് നമ്മൾ പറയും ആനക്കളി ആനക്കളി എന്ന്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ രണ്ട് മുട്ടുകാലും കുത്തി രണ്ട് കൈയും കുത്തി റസൂലുള്ളാഹി തങ്ങൾ തന്റെ പുറത്ത് തന്റെ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് കളിക്കുക. ഈ കളി കണ്ടപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളുടെ രണ്ടാളുടെയും ഒട്ടകം, നിങ്ങളുടെ രണ്ടാളുടെയും വാഹനം അതിസുന്ദരമാണല്ലോ എന്ന് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇതേ പ്രകാരം ഒരുപാട് ഉദാഹരണങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ തന്റെ കുട്ടികളോട് കാണിച്ചതായ അനുകമ്പകൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു മുഅ്തദി യുദ്ധത്തിൽ ഷഹീദായ ഒരു സഹാബി വര്യനാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം പോയിട്ടുണ്ട്. ആ പോയപ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ഇങ്ങനെ ഒരു ഓലപ്പുരയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. ആ ഓലപ്പുരയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണ ജഅഫർ റളിയല്ലാഹു അൻഹു മക്കളുടെ അരികിലേക്ക്, ആ ഓലപ്പുരയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ അവരോട് കൂടെ ഇരുന്ന് അവരോട് റസൂലുള്ളാഹി ഒരുപാട് കുശലങ്ങൾ പറഞ്ഞു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട്. അതിന് കുട്ടികളിലാവട്ടെ, തന്റെ കൂട്ടുകാരന്മാരുടേതായ കാര്യത്തിലാവട്ടെ, അതേ പ്രകാരം മറ്റുള്ളതായ ഏതൊരു കാര്യത്തിലേക്ക് നമുക്ക് എടുത്തു നോക്കിയാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മാതൃകയാകണം. നമ്മുടെ ജീവിതത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓർത്തുകൊണ്ടുള്ളതായ ജീവിതമാകണം നമ്മുടെ ജീവിതം. അതായിരിക്കണം ഈ റബീഇന്റെ സന്ദേശം എന്ന് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരന്മാരിൽപ്പെട്ട ഒരു കൂട്ടുകാരനാണ് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു. മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളും ജരീർ റളിയല്ലാഹു അൻഹു കൂടി ഒരു ദിവസം ഒരു വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പോ റസൂലുള്ളാഹി തങ്ങളും ജരീർ റളിയല്ലാഹു അൻഹു അങ്ങനെ പോവാ. അങ്ങനെ പോയി റസൂലുള്ളാഹി തങ്ങൾ അവിടെ ആ വീട്ടിലെത്തിയപ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് ഉള്ളിലേക്കുള്ളതായ അനുവാദം കിട്ടി. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ ഉള്ളിലേക്കാണ് ചെന്നപ്പോ അവിടെ ഒരുപാട് സഹാബാക്കളായ ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അതിലേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നു. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇരിക്കാനുള്ളതായ ഒരു ഇരിപ്പിടം കിട്ടി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലിരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങളോട് കൂടെ വന്നതായ റസൂലുള്ളാഹി തങ്ങളുടെ കൂട്ടുകാരനായ ജരീർ റളിയല്ലാഹു അൻഹു അവിടെ പുറത്തു നിൽക്കാൻ, കാരണം ഉള്ളിലേക്കുള്ളതായ സീറ്റ് അവിടെ ഉള്ളിലേക്ക് ജരീർ റളിയല്ലാഹു അൻഹു ഇരിക്കാനുള്ളതായ സീറ്റ് ഇല്ല. ആ ഇല്ലാത്ത കാരണം കൊണ്ട് മഹാനായ ജരീർ റളിയല്ലാഹു അൻഹു പുറത്തു നിൽക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സീറ്റ് കിട്ടിയതായ സ്ഥലത്ത് ഇരിക്കാൻ വേണ്ടി നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ നോക്കിയത് തന്റെ കൂട്ടുകാരനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ നോക്കുന്നത് തന്റെ കൂട്ടുകാരനെയാണ്. തന്നോട് കൂടെ വന്ന
റസൂലുള്ളാഹി തന്റെ കൂട്ടുകാരന്മാരോട് കാണിച്ചതായ കാര്യം, തന്റെ മക്കളോട് കാണിച്ചതായ കാര്യം, അതേ പ്രകാരം തന്റെ ഭാര്യമാരോട് കാണിച്ചതായ കാര്യം, തന്റെ അനുചരന്മാരായ സ്വഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചതായ കാര്യങ്ങൾ, ഇതിനൊക്കെ നമുക്ക് മാതൃകയുണ്ട്. അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ കഴിഞ്ഞോണ്ട് റസൂലുള്ളാഹി ആ വരുന്ന സമയത്ത് അവിടെ വിശ്രമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നപ്പോ, വിശ്രമിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, നമുക്ക് ഭക്ഷണം വേണ്ടേ, ആ ഭക്ഷണം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വിറക് വേണം, കാരണം ഭക്ഷണം ഉണ്ടാക്കാൻ വിറകിന്റെ ആവശ്യമുണ്ട്. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, എന്നാ നമുക്ക് എല്ലാവർക്കും പാടെ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരാം. ആരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവ് സഹാബാക്കളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നമുക്ക് എല്ലാവർക്കും പാടെ എന്ത് ചെയ്യാം, ശേഖരിച്ചു കൊണ്ടുവരാം. മഹാനായ നിങ്ങൾ പോയി വിറക് ശേഖരിച്ചു കൊണ്ടുവരി എന്നല്ല റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നമുക്ക് എല്ലാവർക്കും കൂടി വിറക് ശേഖരിച്ചു കൊണ്ടുവരാം. ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എന്നിട്ട് മഹാന്മാരായ സ്വഹാബാക്കളായ ആളുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ ആ വിറക് വരെ ശേഖരിച്ച് റസൂലുള്ളാഹിന്റെ മുമ്പാകത്ത് ചെറിയൊരു കുമ്പാരങ്ങളുണ്ട് കൂടിയപ്പോ അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഒരു മുഅല്ലിമിന്റെ റോളാണായത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വഹാബാക്കളോട് പഠിപ്പിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്? നിങ്ങൾ ഈ കാണുന്ന ഈ വിറക് കാണുന്നില്ലേ സഹാബ? റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കാൻ, നിങ്ങൾ ഈ കാണുന്ന വിറക് കാണുന്നില്ലേ സഹാബാക്കളെ? എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ, നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുവന്നതായ വിറകുകളാണ് ഇതൊരു കൂമ്പാരമായി കിടക്കുന്നത്. ഇതേ പ്രകാരമാണ് നമ്മുടെ പാപങ്ങൾ എന്ന് മഹാനായ റസൂലുള്ളാഹി. ഇതേ പ്രകാരമാണ് നമ്മുടെ പാപങ്ങൾ. നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കുന്നുകൂടി അത് വലിയ പാപങ്ങളായി മാറുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് തന്റെ സ്വഹാബാക്കൾക്ക് അവിടുന്ന് നടത്തുകയാണ്. അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് ഗുരുവാകുകയാണ്, ഒരു ഉസ്താദാവുകയാണ്, തന്റെ സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഇതേ പ്രകാരം ഓരോ കാര്യങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഈ ഒരു ആയത്ത് അത് വളരെയധികം അർത്ഥവ്യാപ്തിയുള്ളതായ ആയത്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹ റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ഇബ്നു തൽഹയുടെ അരികിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ആ താക്കോലൊന്ന് ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൽഹയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ആ കഅബയുടെ താക്കോലൊന്ന് തരുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ആ ഉസ്മാൻ ഇബ്നു തൽഹ പറയുകയാണ്, ഇല്ല, തരില്ല. ആരോടാ പറയുന്നത്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ. ഉസ്മാൻ ഇബ്നു തൽഹ പറയുകയാണ്, ഇല്ല, തരില്ല. അപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഉസ്മാൻ ഇബ്നു തൽഹയോട് പറഞ്ഞു, ഞാൻ ആയിക്കോട്ടെ, നമ്മൾ പറയുമല്ലോ നമ്മളെ കൂട്ടുകാരന്മാരോട് ഞാൻ കാണിച്ചു തരട്ടോ. അതേ പ്രകാരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു തൽഹയോട് പറയുകയാണ്, ആയിക്കോട്ടെ, നമുക്കും വരും ഒരു കാലം എന്നുള്ളത്. അങ്ങനെ മക്കബത്തിന്റെ സമയമായപ്പോ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ആ താക്കോല് കിട്ടിയപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ സഹാബത്തും ഇങ്ങനെ കൊതിക്കാൻ, അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ആ താക്കോല് അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓരോ സഹാബത്തും മഹാനായ അലി റളിയല്ലാഹു അൻഹു പിന്നീട് അത് പറഞ്ഞിട്ട് വരെയുണ്ട്. അങ്ങനെ എല്ലാ സഹാബാക്കളും കൊതിച്ചുകൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ, എവിടെ
എവിടെ ഉസ്മാൻ ഇബ്നു തൽഹ എന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു. എന്നിട്ട് ഉസ്മാൻ ഇബ്നു തൽഹയുടെ അരികിലാണ് റസൂലുള്ളാഹി തങ്ങൾ എന്ത് ചെയ്തത്? ആ താക്കോലങ്ങോട്ട് കൊടുത്തത് എന്ന് ചരിത്രം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, എങ്ങനെ പെരുമാറണം ഒരാളോട് എന്നുള്ളതായ കാര്യത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ചരിത്രം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കണം. ആ ചരിത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരാനുള്ളതായ ഒരു പരിശ്രമം നമ്മൾ നടത്തണം. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്യാം. എന്തിന്റെ മുകളിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യാത്ര? ഒട്ടകത്തിന്റെ മുകളിലാണ്. ആരുടെ ഒട്ടകമാണ്? മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടക. ആ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തിന്റെ മുകളിൽ ജാബിർ റളിയല്ലാഹു അൻഹുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോ മഹാനായ റസൂലുള്ളാഹി തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, എന്റെ കല്യാണം കഴിഞ്ഞിട്ടോ? റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്തതായ കൂട്ടുകാരനാണ് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. പക്ഷേ ആരറിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞിട്ടില്ല ജാബിർ റളിയല്ലാഹു അൻഹു കല്യാണം കഴിഞ്ഞത്. പക്ഷേ റസൂലുള്ളാഹി തങ്ങൾക്ക് പരിഭവമുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് പരിഭവമുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു പരിഭവവും ഇല്ല. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാണല്ലോ. എന്നിട്ട് എന്റെ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം നടന്നത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? പരിഭവമുണ്ടോ? ഇല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ജാബിർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ യാത്ര ചെയ്ത് അവര് ഉദ്ദേശിച്ചതായ സ്ഥലത്തെത്തിയപ്പോ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങള് നമ്മൾ ശരിക്കും ചിന്തിക്കണം, നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാൻ, ജാബിറെ, ഈ ഒട്ടകം വിൽക്കണോ? ഈ ഒട്ടകം വിൽക്കണോ ജാബിറെ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ചോദ്യം കൊണ്ട് ചോദിച്ചപ്പോ ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ളാഹി തങ്ങളോട്, റസൂലേ, ഇത് വയസ്സായ ഒട്ടകം, എന്തിനാ പ്രവാചകൻ എഴുതി നടക്കുന്നത്? വീണ്ടും റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുക ജാബിർ റളിയല്ലാഹു അൻഹുവോട്, ജാബിറെ, ഈ ഒട്ടകത്തിന് നിങ്ങൾ എനിക്ക് വിൽക്കും, ഞാൻ വാങ്ങിക്കോളാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യം കേട്ടപ്പോ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ആയിക്കോട്ടെ റസൂൽ, ഇൻഷാ അല്ലാഹ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിൽക്കുകയാണ്. എത്ര രൂപക്ക്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 40 രൂപക്ക്. 40 രൂപക്ക് അത് വിറ്റിന് ശേഷം മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ആ ഒട്ടകത്തിനെ മദീനയിലേക്ക് കൊണ്ടുപോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാലിനെ ഏൽപ്പിക്കാൻ, എന്ത്, ഈ ഒട്ടകത്തിനെ ബിലാലിനെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയാൻ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, ബിലാലെ, ഇത് നിങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു 40 രൂപ നിങ്ങൾ കൊടുക്കണേ. എന്നിട്ട് ഈ ഒട്ടകം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ജാബിർ റളിയല്ലാഹു അൻഹു നിങ്ങൾ കൊടുക്കണം. ഇത് ഞാൻ ജാബിർ റളിയല്ലാഹു അൻഹു അരികിൽ നിന്ന് വാങ്ങിയതാണ്. 40 രൂപയും നിങ്ങൾ കൊടുക്കണം, ഈ ഒട്ടകം കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വിഷമം മനസ്സിലാക്കി, ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ മനസ്സിലാക്കി. കാരണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ കാശില്ലായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്നും ആ ഒട്ടകത്തിനെ വാങ്ങാനുണ്ടായ കാരണം ഇതേ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളെ അവിടുന്ന് അറിഞ്ഞുകൊണ്ട് അതേ പ്രകാരം തന്റെ മുമ്പിലേക്ക്
പറയുകയുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മൈക്കുടുങ്ങി വാട്സപ്പ് ഗ്രൂപ്പ് ഇത് ഉണ്ടാക്കിയതായ ഈ സന്ദേശം നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാതൃകയാക്കിക്കൊണ്ടുള്ളതായ ജീവിതം നയിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ കാര്യത്തിലും അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ. ആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും. നന്ദി. നമസ്കാരം. സന്ദേശം 2024 തുടരുന്നു. അടുത്തതായി നമ്മൾ സംവദിക്കുന്നതിന് ഫാറൂഖ് നഗർ സുന്നി മസ്ജിദ് ഖത്തീബ് സുലൈമാൻ സഖഫിയെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. صلى الله وسلم على سيدنا محمد وآله وصحبه أجمعين. أما بعد. വേദിയെ നിയന്ത്രിക്കുന്ന അഭിവന്ദരായ പ്രസിഡന്റ് അധ്യക്ഷൻ അവர்கள், വേദിയിൽ ഉപവിഷ്ടരായ മറ്റു നേതാക്കൾ, സുഹൃത്തുക്കളെ, സമയം പരിഗണിക്കുക എന്നുള്ളത് നമ്മുടെ ഐക്യത്തിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഔപചാരികങ്ങൾ ചുരുക്കുകയാണ്. സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കൾ, സുഹൃത്തുക്കൾ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്, മൈക്കുടുങ്ങിയുടെ ഈ ഒരു സംരംഭം നമ്മുടെ പ്രദേശത്തുള്ള കൂടുതൽ ആളുകളും ടച്ച് ചെയ്യുന്ന പള്ളികളെല്ലാം ഉസ്താദുമാരൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു നബിദിന സന്ദേശം നടത്തുക എന്നുള്ളത് വളരെ ശ്ലാഘനീയമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പരസ്പരം ഇത്തരം വേദികൾ അൽഹംദുലില്ലാഹ് ഇപ്പോൾ അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പുഷ്കലമായ ഭാവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. സുദീർഘമായി ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല, അതിനുള്ള അവസരവുമില്ല. എല്ലാവരും ഒന്നും പങ്കുവെക്കുക മാത്രമാണല്ലോ ഇതുകൊണ്ടുള്ള ലക്ഷ്യം. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സംബന്ധിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. 40 വർഷം മക്കക്കാരുടെ ഇടയിൽ ജീവിച്ചു, മദീനക്കാരുടെ ഇടയിൽ ജീവിച്ച് കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ലൊരു ടീമിനെ വളർത്തി എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അസ്ഹാബി കൻജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും. എൻ്റെ സ്വഹാബിമാർ, ഞാൻ ഈ മദീന പാഠശാലയിൽ നിന്ന് വളർത്തിയെടുത്ത എൻ്റെ സ്വഹാബിമാർ, അവർ സന്മാർഗദർശികളാണ്. അവരിൽ നിന്ന് നിങ്ങൾ ആരോട് പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിനൊപ്പമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് ഓർമ്മപ്പെടുത്തി. ഏതൊരു പ്രത്യയശാസ്ത്രത്തിനാണ്, ഏതൊരു മതത്തിനാണ്, ഇസ്ലാം ഏതൊരു മതങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ചിന്താധാരകളും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോഴും ഇങ്ങനെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂ അൻഹു, അല്ലാഹു അങ്ങോട്ടും അവരിങ്ങോട്ടും പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു നല്ല ടീമിനെ വളർത്തി സമൂഹത്തിന്റെ ഇടയിൽ പ്രബോധന രംഗത്തേക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ പറയാൻ ഏത് മതങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ ഒരൊറ്റ നേതാവിനും അങ്ങനെ കഴിയില്ല. എല്ലാവരും വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളോടും പറയും,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിമർശനങ്ങൾക്ക് വിധേയമല്ലേ? അത് കേവലം ഒരു വാദം എന്നതല്ലാതെ വിഷയത്തിൻ്റെ മർമ്മത്തിനോട് അടുക്കുമ്പോൾ ഒളിച്ചോടുന്നത് മുഴുവനും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലിബറലിസം ആണെങ്കിലും യുക്തിവാദികളാണെങ്കിലും അതേപോലെ ഉള്ള മറ്റുള്ള നിരീശ്വര നിർമ്മിത പ്രസ്ഥാനങ്ങളാണെങ്കിലും മതമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും നമ്മുടെ മുസ്ലിം സമൂഹത്തിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരം, അതാണല്ലോ സുന്നത്ത് എന്ന് പറയുന്നത്. സുമൈനാലിന ബയാന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഖുർആൻ അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. അതിൻ്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റെടുത്തത്. അപ്പോൾ അതിൽ നമുക്കെല്ലാവർക്കും പരിചയമുള്ള എപ്പോഴും കേൾക്കുന്ന കിതാബാണ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം എന്നൊക്കെ പറയും. ഈ ഗ്രന്ഥങ്ങളിലുള്ള മുഴുവൻ ഹദീസുകളും വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനം തന്നെ ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന ആ ഗ്രന്ഥം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 10-20 പരം വാള്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ്. അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എഴുതിയ ഗ്രന്ഥം. അപ്പൊ ആ വിശുദ്ധ ഖുർആനിനോട് കടപിടിക്കുന്ന രൂപത്തിലുള്ള, ഇന്ന് ലോകത്തിന്റെ മുന്നിൽ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആന് മാത്രമാണ്. വെല്ലുവിളികൾക്ക് അതേ രൂപത്തിൽ നേരിടാൻ കഴിയുന്ന, എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു ഗ്രന്ഥം പരിശുദ്ധ ഖുർആന് മാത്രമാണല്ലോ, എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം, ജനിച്ച കാലം, ദേശം, ഭാഷ, ശൈലി, നയാസൂത്രണങ്ങൾ, നമ്മളിപ്പോൾ ഈ പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആസൂത്രണങ്ങൾ നടത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നയപരമായ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്ന വിഷയത്തിൽ ഔദാര്യം, സമരങ്ങൾ, സമൂഹം, കുടുംബം, ബന്ധങ്ങൾ, വ്യവഹാരങ്ങൾ, സമ്പർക്കങ്ങൾ, സൗഹൃദങ്ങൾ, പെരുമാറ്റങ്ങൾ, ഇവയിൽ ഒന്നുപോലും ഇന്ന് ലോക ചരിത്രത്തിൽ എഴുതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു നേതാവ് ആർക്കെടുത്ത് പറയാൻ കഴിയും? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 63 കൊല്ലത്തെ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. തൗറാത്തിൽ നൽകി, ഇൻജീലിൽ നൽകി, മറ്റു വേദഗ്രന്ഥങ്ങളിൽ നൽകി, നമ്മളൊക്കെ പഠിച്ച ഏടുകളിൽ നൽകി. അങ്ങനെയുള്ള ഒരു നേതാവിനെ ലോകത്ത് വേറെ ആർക്ക് പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തന്നെ സംയുക്തമായി പറഞ്ഞു, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും നിങ്ങൾ സാക്ഷിയാണ്. ആ രൂപത്തിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നിയുക്തരാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് വിഷയങ്ങൾ നമ്മൾ മുസ്ലിം എന്നുള്ള ഈ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മൾ പ്രത്യേകമായി ഇസ്ലാമിന് നേരെ വരുന്ന യുക്തിവാദികളും ലിബറലിസങ്ങളും അതുപോലെ തന്നെ മറ്റു വൈകുന്ന ചിന്താഗതിക്കാര് സോഷ്യൽ മീഡിയയിലൊക്കെ കയറിയിട്ട് വല്ലാതെ അലോസരപ്പെടുത്തുന്ന ഒരു കാലാണല്ലോ. മുമ്പൊക്കെ നമുക്ക് ജമ്മാട് പോയിരുന്ന ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തുൽ ഖായിമ എന്ന് പറഞ്ഞ് ദുആർക്കുകയാണെങ്കിൽ ആരും നമ്മെ എന്ത് ചെയ്യൂല, ഐബാക്കൂല, കുറവിലാക്കൂല. അവരും വളരെ ഭവ്യതയോടുകൂടി ഇയാളൊരു ഭക്തിയുള്ള ആളാണ്. പക്ഷെ ഇന്ന് നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നിരീക്ഷിക്കാനും അതിലൂടെ മറ്റൊരു ചിത്രം മെനഞ്ഞെടുക്കാനും ഉള്ളൊരു സാഹചര്യം നമ്മുടെ നാട്ടിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. ഞാൻ സംസാരം ചുരുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ആർക്കും നടത്താം. ഇപ്പം മൈക്കൊടിഞ്ഞിയുടെ ഈ ഒരു സന്ദേശം ഇതിനൊരു ഉസ്താദുമാര് മാത്രം അല്ലെങ്കിൽ മൗലവിമാര് മാത്രം എന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളച്ചു
വളച്ചൊടിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആയിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. നമുക്ക് പിടിയില്ലാത്ത വിഷയത്തിൽ നമ്മൾ കൂടുതൽ സംസാരിക്കരുത്. അതേ സമയത്ത് പഠിച്ചിട്ട് പറയണം. ഇപ്പൊ ഒരൊറ്റ വിഷയം മാത്രം ഞാൻ സാമ്പിളിന് പറയാണ്. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാരത്താണ് ഇന്ന് ലോകത്ത്. ഇപ്പൊ അടുത്ത് ഞാനൊരു നമ്മുടെ ഇസ്ലാമിന്റെ ശത്രുവായ ഒരുത്തന്റെ യൂട്യൂബിൽ നിന്ന് കേട്ട ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ അദ്ദേഹം കാര്യമായി പറയുന്നത് റഹ്മത്തുൽ ആലമീൻ എന്ന് പറയുന്ന ലോകത്തിന്റെ മുഴുവനും റഹ്മത്തായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും റഹ്മത്ത് നൽകിയിട്ടില്ല. അതിന് കാരണം പറഞ്ഞത് അറിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു, കുട്ടിക്കാലത്ത് വിവാഹം ചെയ്തു എന്നതാണ്. ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എതിർപ്പില്ല, ആയിഷ ബീവിക്ക് എതിർപ്പില്ല, അവിടെയുള്ള കുടുംബങ്ങൾക്ക് എതിർപ്പില്ല, ഒരാൾക്കും എതിർപ്പില്ല. പിന്നെ എതിർപ്പാർക്കാണ്? വിശുദ്ധ ഇസ്ലാമിന്റെ അപ്പുറത്തുള്ള ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ്. അതുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്ന് ഞാൻ പറയാം, എല്ലാ വിഷയത്തിലും മനസ്സിലാക്കാം. അല്ലാഹു 25 ആമൻ മിൻ ഉംരിഹി ഫിൽ അസൂബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 25 വർഷം അവിവാഹിതനായിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചു. 25 വർഷം. ثم تزوج ഖദീജ റളിയല്ലാഹു അൻഹാ വഹിയ അയ്യിമുൻ. പിന്നെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരിമാർ ശ്രദ്ധിക്കണം. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുമ്പോൾ വഹിയ അയ്യിമുൻ ദാത്തു ഔലാദിൻ, അവൾ വിധവയാണ്. മഹദി അവர்கள் വിധവയാണ്. ദാത്തു ഔലാദിൻ, മക്കളുള്ള വിധവയാണ്. ഇന്ന് നമ്മളിങ്ങനെ പാട്ടൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് സമൂഹത്തിന്റെ കൂടെ ഇങ്ങനെ ആടുമ്പോഴേ, കണ്ട നേരം കൽബിനുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാടുമ്പോഴേ നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാഹചര്യം, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സാഹചര്യം, അന്നത്തെ പരിശുദ്ധ മക്കയുടെയും മദീനയുടെയും ഒക്കെ ചുറ്റുപാടുകൾ. മഹദി അവர்கள் ഭർത്താവ് ത്വലാഖ് ചെല്ലപ്പെട്ടവളോ അല്ലെങ്കിൽ വഫാത്താവുകയോ ചെയ്ത അയ്യിമാണ്, വിധവയാണ്. ദാത്തു ഔലാദിൻ, മക്കളുണ്ട്. 25 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ ഈ ശത്രുക്കൾ പറയുന്നത് പോലെയുള്ള ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കയിൽ വേറെ പെണ്ണുങ്ങളില്ലേ? ഫാറഖഹ ഖബ്ലഹു സൗജാനി, 2 ഭർത്താക്കന്മാർ മഹദി അവകളെ ത്വലാഖ് ചെല്ലപ്പെട്ടവരാണ്. വഉംറുഹ ഇദാക 40 സന. ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ വയസ്സ് അന്ന് 40 വയസ്സാണ്. വലം യതസവ്വജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറഹ ഹത്താ മാതത്. ഖദീജ ബീവി മരിക്കുന്നത് വരെ പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. സഹോദരങ്ങൾ, എവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്? മുത്തുനബിയുടെ ബഹുഭാരത്വത്തിനെ സംബന്ധിച്ചാണ് പറയുന്നത് എങ്കിൽ ഖദീജ ബീവി വഫാത്താകുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു വിവാഹം ചെയ്തിട്ടില്ല. ഖദീജ ബീവി വഫാത്താകുമ്പോൾ ഉംറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം 50 സന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 50 വയസ്സാണ്. ഫതസവ്വജ സൗദ, പിന്നെ സൗദ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. സുമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്തു. സുമ്മ ബഅദൽ ഹിജ്റ, പിന്നെ ഹിജ്റക്ക് ശേഷം സായിർ അസ്വാജി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റു ഭാര്യമാരൊക്കെയും വിവാഹം ചെയ്തു. എങ്ങനെയാണ് വിവാഹം ചെയ്യുന്നത്? ഹസബൽ വഖാഇ വൽ അസ്ബാബി ബിവഹ്യി മിനല്ലാഹി തആല. ചില പ്രത്യേക സാഹചര്യങ്ങളും സന്ദർഭങ്ങളും കണക്കിലെടുത്തുകൊണ്ടും അതോടൊപ്പം ബിവഹ്യി മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നുള്ള വഹ്യി കൊണ്ടാണ്. മറ്റുള്ള അല്ലാഹുവിൽ നിന്നുള്ള വഹ്യി കൊണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? മറ്റു ഭാര്യമാരൊക്കെയും വിവാഹം ചെയ്തത്. കുല്ലു ദാലിക ലിമസാലിഹിൻ നുബുവ, എല്ലാം നുബുവത്തിന്റെ ഗുണത്തിന് വേണ്ടിയായിരുന്നു, അഥവാ ദീനി പ്രബോധനത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു. എന്നാൽ വലം യതസവ്വജ ബിക്റൻ ഗൈറ ആയിഷ റളിയല്ലാഹു അൻഹാ, കന്യകയാകുന്ന മറ്റൊരു ഭർത്താവ് തൊടാത്തൊരു പെണ്ണിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മാത്രം. മറ്റുള്ളവരെല്ലാം വലം യതസവ്വജ ബിക്റൻ ഗൈറ ആയിഷ
വസായിറു അസ്വാജി കുല്ലുഹുന്ന അയ്യിമുൻ, എല്ലാവരും ഭർത്താക്കന്മാർ തലാഖ് ചൊല്ലപ്പെട്ട വിധവകളായിരുന്നു. ഫാറഖഹ സൗജുൻ ഔ സൗജാനി, ഒന്നോ രണ്ടോ ഭാര്യമാരൊക്കെയും ഭർത്താക്കന്മാരൊക്കെയും ഒഴിവാക്കിയവരായിരുന്നു അവര്. ഈ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുഭാരിത്വത്തിന്റെ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെയാണ് പന്തികേടുള്ളത്, എവിടെയാണ് പ്രശ്നമുള്ളത്? അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഇസ്ലാമിന് നേരെ ഇന്ന് വരുന്ന ഏത് അപശബ്ദങ്ങളുണ്ടോ അതിനെ സംബന്ധിച്ച് നമ്മളൊക്കെ പഠിച്ചുകൊണ്ട് പ്രതികരിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാകണം എന്ന് ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നിസ്തുലനായ ആരാധകനായിരുന്നു ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമാ അഖ്ശാകും അത്ഖാകും ബില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതും ഭക്തിയോടുകൂടി ജീവിക്കുന്നതും ഞാനാണ്. നന്ദിയുള്ള അടിമയായിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത്രത്തോളം നന്ദിയുള്ള മറ്റൊരു അടിമ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല, ഇനി വരികയുമില്ല. വിശുദ്ധ ഖുർആനിൽ അഫലാ അകൂന അബ്ദൻ ശകൂറ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ആ ചോദ്യം എടുത്തു പറഞ്ഞല്ലോ. ലഖദ് ഗഫറകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, പാപം പുറത്തു കിട്ടാൻ അല്ലെങ്കിൽ പ്രായത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓരോ ദിവസവും 100-ൽ പരം ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. അല്ലാഹു തആല നബുവത്തിന്റെ മുമ്പ് തന്നെ പാപ സുരക്ഷിതത്വം കൊടുത്ത മഹാനായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുപോലെ തന്നെയാണ് ക്ഷമ ആയുധമാക്കിയ മഹാനായിരുന്നു. അതേപോലെ എല്ലാ വിഷയത്തിലും റബ്ബിൽ തവക്കുലാക്കിയിരുന്നു. കുടുംബത്തിന്റെ നാഥനായിരുന്നു. സമൂഹത്തിൽ എന്ത് പ്രശ്നങ്ങളിലും നേരത്തെ ഉസ്താദ് പറഞ്ഞു കുടിൽ തൊട്ട് കൊട്ടാരം വരെ, കുടിൽ തൊട്ട് കൊട്ടാരം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മൈ കൊടിഞ്ഞിയുടെ പ്രത്യേക സന്ദേശം സത്യത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ട രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ നമ്മൾ പഠിക്കുക. അത് എത്ര പഠിച്ചാലും ഒരിക്കലും തീരുന്ന പ്രശ്നവും അല്ല എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി കൂടുതൽ റസൂലുള്ളാഹിയെ പഠിക്കണം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ നന്മയുടെ വഴിയിൽ മൈക്കൊടിഞ്ഞ് ഉപയോഗപ്പെടുത്താനും കൊടിഞ്ഞിയുടെ പ്രത്യേകമായ അന്തരീക്ഷത്തിൽ ഒന്നിച്ചു നിൽക്കാവുന്ന സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ നമുക്ക് ഒന്നിച്ചു നിൽക്കാനും കഴിയണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. അവസരം തന്ന സംഘാടകർക്കും നേതാക്കളോടൊക്കെ കൂടി ഭയങ്കര ക്ഷമ ചോദിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രവാചക സന്ദേശം വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ച സുലൈമാൻ സഖാഫി അവർക്ക് മൈക്കൊടിഞ്ഞിയുടെ കൃത്യമായ നന്ദി അറിയിക്കുന്നു. സന്ദേശം തുടരുന്നു. അടുത്തതായി നമ്മുടെ സംസാരിക്കുന്നതിന് വേണ്ടി മസ്ജിദുൽ ബിലാൽ ഖത്തീബ് ഖാലിദ് സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم إن الله غفور رحيم. صدق الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് മുമ്പ് സംസാരിച്ച ഉസ്താദ് നവാസ് ദാരിമി, അതേപോലെ സുലൈമാൻ സഖാഫി ഉസ്താദൊക്കെ പറഞ്ഞ വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ, വളരെ പ്രധാനപ്പെട്ട പ്രവാചകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് തന്നെ മതി ഇത്തരമൊരു ഒത്തുകൂടലിൻ്റെ മഹത്വം അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്താനെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവും. നമുക്കറിയാം, റബീഉൽ അവ്വൽ മാസത്തിലാണ് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ചരിത്രപരമായി ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള മാസമാണ് റബീഉൽ അവ്വൽ. നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ചരിത്ര സംഭവങ്ങൾ കാണാൻ സാധിക്കുന്ന മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രസിദ്ധമായ ഹിജ്റ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തത് മുഹറത്തിലാണെങ്കിലും
അള്ളാഹുവിൻ്റെ റസൂൽ സിദ്ദീഖുൽ അക്ബറുവിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഹിജ്റ ആരംഭിക്കുന്നത് റബീഉൽ അവ്വൽ 1-നാണെന്ന് നമുക്ക് ചരിത്രം പരിധിയാൽ കാണാൻ സാധിക്കും. മാത്രമല്ല അവരുടെ യാത്ര മുന്നോട്ട് പോയി സൗർ ഗുഹയിൽ അവർ താമസിക്കുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയ ചരിത്ര സംഭവമാണ്. നിങ്ങളാരും അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആയത്തുകളൊക്കെ ഇറങ്ങിയ സന്ദർഭമാണ്. അത് ഈ റബീഉൽ അവ്വൽ മാസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്താണ് ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖ. അത് ഹിജ്റയിലാണ് അവതരിക്കുന്നത്. സത്യം വന്നു, മിഥ്യ തകർന്നു. തീർച്ചയായും വിദ്യകൾ മുഴുവനും തകർക്കപ്പെടാനുള്ളതാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്. വിദ്യകൾ ധാരാളം നിങ്ങൾ കാണും, പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് തകർക്കപ്പെടാൻ വേണ്ടി റെഡിയാക്കി വെച്ച കാര്യമാണ്. സത്യമോ അത് വിജയിക്കുവാൻ മാത്രമാണ്. അതേപോലെ തന്നെ നിന്നിൽ നിന്നുള്ള അധികാരം ചോദിച്ചുകൊണ്ടുള്ള വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ്. ഹിജ്റയിലെ യാത്രയിലാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ പള്ളി പണിയുന്നത് മസ്ജിദുൽ ഖുബാ പണിയുന്നത് റബീഉൽ അവ്വൽ 8-നാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പള്ളി. കൊടാനുകൂടി പള്ളികൾ അന്ത്യനാളുകളിലേക്കും ഉള്ളതിൽ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത്, പ്രവാചക ശരീഅത്തിലെ ആദ്യത്തെ പള്ളി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, അനുസ്മരിക്കേണ്ട സംഭവം തന്നെ. അത് റബീഉൽ അവ്വൽ 8-നാണ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശരീഅത്തിൽപ്പെട്ട ജുമുഅ ആരംഭിക്കുന്നത് ഈ മാസത്തിൽ റബീഉൽ അവ്വൽ 9-നാണ് എന്ന് നമുക്ക് ചരിത്രം പരിധിയാൽ കാണാൻ സാധിക്കും. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വന്നണയുന്നു, മസ്ജിദുൻ നബവി രൂപപ്പെടുത്തുന്നത്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കി പറയുക, വളരെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളാണ്. മാത്രമല്ല ജൂത ക്രൈസ്തവരെ ഉൾപ്പെടെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഭരണക്രമത്തിൽ ആദ്യത്തെ എല്ലാ അർത്ഥത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു എല്ലാ ഭരണ സംവിധാന വ്യവസ്ഥകൾ ഒക്കെ വെച്ചുകൊണ്ടുള്ള ഭരണ സംവിധാനം പ്രവാചകൻ രൂപപ്പെടുത്തിയത് റബീഉൽ അവ്വൽ മാസത്തിലാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ മാസത്തെ ആ അർത്ഥത്തിൽ പ്രവാചകന്റെ ജനന മരണം അതോടൊപ്പം അല്ലെങ്കിൽ അതുപോലുള്ള സംഗതിയോടൊപ്പം ചേർത്തുകൊണ്ട് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട, ഈ ലോകത്തിന്റെ മുഴുവൻ ചരാചരങ്ങളുടെയും വിമോചനത്തിന് നിയോഗിക്കപ്പെട്ടവനാണ് റസൂൽ എന്ന ഒരു വലിയ സത്യം. മൊത്തം ജനങ്ങളുടെ വിമോചകനാണ്. വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനപ്പെട്ട മുഴുവൻ ജനതയ്ക്കും പ്രവാചകൻ. ഇനി വേറൊരു പ്രവാചകന് ഒരു സന്ദേശവും ഇല്ല, ഇതല്ലാതെ വേറൊരു രക്ഷയുടെ മാർഗം ഒരാൾക്കുമില്ല. ഇത് ഭൂമിയിലെ മുഴുവൻ ചരാചരങ്ങൾക്കുമുള്ള വിമോചകനാണ്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു യുദ്ധത്തിന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വഴിയിൽ ഒരു പട്ടി പ്രസവിച്ച് കിടക്കുന്നുണ്ട്. പ്രവാചകന്റെ ശ്രദ്ധയിൽ വരികയാണ്. പ്രവാചകൻ സൈന്യത്തെ തിരിച്ചുവിടുന്നു. അവിടെ നിന്നുകൊണ്ട് പട്ടിയെ അനവസരപ്പെടുത്താൻ പാടില്ല. എന്നിട്ട് പ്രവാചകൻ മുന്നിൽ നടക്കേണ്ടതുകൊണ്ട് ഒരാളെ അവിടെ നിർത്തിക്കൊണ്ട് പ്രവാചകൻ ആ പട്ടിയെയും കുട്ടികളെയും അവസാനം സൈന്യം കഴിഞ്ഞ് പോയതിനു ശേഷമേ നിങ്ങൾ ഇവിടുന്ന് പോരാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ നിർത്തുകയും ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ മലമൂത്ര വിസർജനം നടക്കരുത്, ജീവകാലങ്ങളുടെ കുടിവെള്ളമാണ് എന്ന് പറഞ്ഞു. ഉള്ളിൽ നിന്നവൻ പള്ളിയിൽ പ്രവേശിക്കരുത്. നമസ്കാരം സംഗതി ശരി തന്നെയാണ്, പക്ഷേ മറ്റൊരാൾക്ക് അനവസരം ഉണ്ടാക്കുന്ന ഒരു വാസന പോലും അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല. അതേപോലെ നിങ്ങൾ ഒരു വസ്ത്രം എടുക്കുമ്പോൾ ആ വസ്ത്രം കുടയണം എന്ന് പ്രവാചകന്റെ ശരീഅത്താണ്. അത് ജാതിമത ഭേദമന്യേ മനുഷ്യർക്കുള്ളതാണ്. അത് ആ ശരീഅത്ത്. കാരണം എന്താണ്? അതിലുള്ള ജീവികളും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇസ്ലാമിക ശരീഅത്ത് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇത്തരം ചെറുതും വലുതുമായ ഒരുപാട് അവസാനം നിങ്ങൾക്കൊരു രാഷ്ട്രം നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അടുത്ത രാഷ്ട്രവുമായി എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്,
മലമൂത്ര വിസർജനം മുതൽ അന്താരാഷ്ട്ര ബന്ധം വരെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ചരിത്രം അനുസ്മരിക്കുക, അത് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക, അതിന് ഏതു തരം വേദികൾ കിട്ടിയാലും അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്നത് അതാണ് ബുദ്ധി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൈക്കൊടിഞ്ഞിയെ ഇഷ്ടപ്പെടാൻ എനിക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ ഈ ദീനിന്റെ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അവർ ചെയ്യുന്നു എന്നതാണ്. അതിൽ നിന്ന് ഈ അടിസ്ഥാനങ്ങളിൽ നിന്ന് മുഖം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ദീനില്ല. അത്രയും വലിയ അടിസ്ഥാനങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘം അല്ലെങ്കിൽ ഉയർത്തിപ്പിടിക്കുന്ന ഈ നോട്ടീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ പാവങ്ങളായ ആളുകളെ സഹായിക്കുക. ഇതൊരു പ്രധാനപ്പെട്ട മർമ്മമാണ്. എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാത്തവന്റെ നമസ്കാരത്തിന് യാതൊരു വിലയുമില്ല, അള്ളാഹുവിന് സ്വീകാര്യമല്ല. മാത്രമല്ല അവന് വൈലെന്ന ചെരുവാണ്. ഇതിനെ കളവാക്കിയ ആളുകളുടെ നമസ്കാരമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോ വർഷങ്ങളായി എനിക്കറിയുന്ന കുറെ ആളുകളുണ്ട് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, പ്രവാസികൾക്ക് വേണ്ടിയും. അതുപോലുള്ള സംഗതി പാവങ്ങളായ അഗതികളായ ആളുകളെ അത് ഏതൊരു മതം ചെയ്താലും ഏതൊരു വിഭാഗം ചെയ്താലും നിങ്ങൾ അതിനെ പിന്തുണക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ നന്മയിൽ നിങ്ങൾ നന്മയിൽ എന്ത് ചെയ്യണം, എല്ലാ അർത്ഥത്തിലും സഹകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഈ മർമ്മം ഒരു കാരണമാണ്. അതേപോലെ തന്നെ ഐക്യം എന്ന് പറയുന്നത് എന്ത് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ കേൾക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കണം. എന്നിട്ട് എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? അതിന് ഏത് മേഖലയിലാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിക്കേണ്ട? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഏറ്റവും സംഘടിച്ച് അല്ലാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കണം. നിങ്ങൾ എത്ര അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, നിങ്ങൾ സംഘടിച്ച് നിൽക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന്റെ പ്രായോഗിക രൂപം കാണിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഐക്യത്തിന്റെ സന്ദേശം പ്രവാചകൻ പ്രായോഗികമായി ഒരിക്കൽ കാണിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിറക് തുള്ളികൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു, വിറക് തുള്ളികൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് വലിയ ഒരു കൂട്ടം കൊണ്ടുവരികയും അതിലൊരു കൂട്ടം എടുത്ത് കെട്ടിവെക്കുകയും മറ്റ് ഭാഗങ്ങൾ സ്വഹാബികളുടെ കയ്യിൽ ഓരോരുത്തരുടെ കയ്യിലായി കൊടുക്കുകയും ചെയ്തു. ഈ വിറക് കഷ്ണം പ്രവാചകൻ ഓരോരുത്തരോടുമായി ഒടിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാവരും അത് ഒടിച്ചു കാണിച്ചു കൊടുത്തു. എന്നിട്ട് കൂട്ടിക്കെട്ടിയിരിക്കുന്ന ആ കെട്ടെടുത്തിട്ട് ആ കൂട്ടത്തിൽ ഒരു മല്ലന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, പൊട്ടിക്കുകയെന്ന് പറഞ്ഞു. അദ്ദേഹം എത്ര കിണഞ്ഞ് ശ്രമിച്ചിട്ടും ആ പൊട്ടിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, ഇതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങളെങ്ങാൻ ഒരു കിബില അംഗീകരിക്കുന്ന, പ്രവാചകന്റെ നമസ്കാരം അംഗീകരിക്കുന്ന, അറുത്തത് പരസ്പരം ഭക്ഷിക്കുന്ന, കൊടിഞ്ഞീര് വേറെ ശാലകളില്ലല്ലോ. നമുക്ക് എല്ലാവരും ആ അർത്ഥത്തിൽ അവരൊക്കെ ഉമ്മത്തിൽപ്പെട്ടവരാണ്. അവരുടെ കാര്യം അല്ലാഹു റസൂലും ഏറ്റെടുത്തിട്ടുണ്ട്. അവരുടെ വീഴ്ചകൾ പറഞ്ഞ് പരസ്പരം കുഫറാക്കുവാനോ ശിർക്കാക്കുവാനോ ഒരാൾക്കും അനുവാദം നൽകിയിട്ടില്ല. അങ്ങനെ അതെങ്ങാനും അയാൾ മരിക്കുന്നതിന്റെ ഇടയിൽ ആ ശിർക്ക് അവസാനിപ്പിച്ച ഒരു വിശ്വാസിയാണ് എങ്കിൽ ആ പറഞ്ഞ ആളുകളിലേക്ക് അത് മടക്കപ്പെടുമെന്ന് പ്രവാചകൻ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ഒരുമിച്ച് നിൽക്കണം. ഒരു കുടുംബത്തെ പോലെ. ഒരു കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ സമയത്ത് അത് അങ്ങാടിയിൽ കിടന്ന് പറയാൻ പാടില്ല, ഉള്ളിൽ വെച്ച് പരിഹരിക്കണം. അതൊരു പ്രകൃതി നിയമമാണ്. അത് അങ്ങാടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുകയോ ശകാരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ ഇസ്ലാം അനുവദിക്കുന്നില്ല. മൈക്കൊടിഞ്ഞി അതിന്റെ ഒരു വലിയ സന്ദേശം, ഈ മെസ്സേജ് ഇതിലൂടെ നൽകിയത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ 3 സന്ദേശങ്ങൾ തന്നെ വളരെ ഗൗരവമുള്ളതാണ്. കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മർമ്മത്തിൽ ഈ സമൂഹത്തെ ഒന്നിപ്പിക്കുവാൻ ഈ റബീഉൽ അവ്വൽ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല പ്രവാചകന്റെ അന്തിമ വസിയത്ത് വളരെ ഗൗരവമുള്ളതാണ്. ഇതേതാണ് മാസമെന്ന് നിങ്ങൾക്കറിയുമോ? പ്രവാചകൻ സഹാബികളോട് ചോദിച്ചു. 1.25 ലക്ഷത്തോളം വരുന്ന സഹാബികൾ പറഞ്ഞു, ഇത് ദുൽഹജ്ജ് മാസമാണ്. ഇതേതാണ് പ്രദേശമെന്ന് നിങ്ങൾക്കറിയോ? ഇത് മക്കയാണ്. മക്കയിൽ ഏതിടത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? മക്കയിലെ അറഫയിലാണ്. ഇതേതാണ് ദിവസമെന്ന് നിങ്ങൾക്കറിയോ? അറഫാ ദിനമാണ്. എത്ര ഗൗരവമാണ് ആ സംസാരത്തിന്.
എന്നിട്ട് പറയുകയാണ്, അത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ, അല്ല അൽ ബല്ലഗ്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ ഈ സന്ദേശം എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറഞ്ഞപ്പോൾ ആകാശ ലോകത്തേക്ക് കൈകൾ ഉയർത്തി സ്വന്തം രക്ഷ ഉറപ്പുവരുത്തുന്ന റസൂലിനെ ഏത് സമയത്തും ഓർക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു മുശ്ഹദ്, ഞാൻ എന്റെ ബാധ്യത എത്തിച്ചു കൊടുക്കേണ്ടവർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സന്ദേശം എന്ന ബാധ്യത അല്ലാഹു മുശ്ഹദ് എന്ന് 3 തവണ ഉറപ്പിക്കുകയും എന്നിട്ട് പ്രവാചകൻ അവിടെ കൂടിയ ആളുകളോട് മാത്രമല്ല അവസാന നാളെ വരുന്ന ഓരോരോ വിശ്വാസികളോടുമായി പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഈ സന്ദേശം എത്തിയവർ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ. ഇത് ചെയ്യാത്തവനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈ സന്ദേശം എത്തിക്കുന്നതിൽ ഇതരെ എത്താത്ത ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ അതിൽ പങ്കാളിത്തം വഹിക്കാത്തവനെ കുറിച്ച് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം വമൻ അദ്ലമു മിമ്മൻ കതമ ഷഹാദത്തൻ ഇൻദഹു മിനല്ലാഹ്, തന്റെ പക്കൽ ഒരു സാക്ഷ്യമുണ്ടായിട്ട് അത് മറച്ചു വെച്ചവരെക്കാളും വലിയ അക്രമി മറ്റാരാണ്? ദുൽമു എന്നല്ല പ്രയോഗിച്ചത്, അദ്ലമു എന്നാണ്. നമ്മൾ പറയണം ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞെടുത്ത് ഈ ദൗത്യം നിർവഹിക്കത്തടത്ത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ അദ്ലമു എന്നാണ്. വമൻ അദ്ലമു ഗൗരവമുള്ളതാണ്. കാരണം നമുക്കറിയാം ഇത് സ്വർഗത്തിന്റെ കാര്യമാണ്, നരകത്തിന്റെ കാര്യമാണ്. ഈ സന്ദേശം കൈമാറാതെ നമ്മൾ എത്ര തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും ദുആകളും ചെയ്താലും അല്ലാഹുവിന് അത് സ്വീകാര്യമല്ല. അതുകൊണ്ടാണ് അല്ലാഹു ശപിക്കുന്നവരൊക്കെ അവരെ ശപിക്കുന്നു, എല്ലാ ശാപങ്ങളും അവരിൽ മേടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കേട്ട് പേടിച്ച് സഹാബികൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോയില്ല എന്നാണ്. ബഹുഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് പോയില്ല. എന്നിട്ട് അവർ എവിടേക്കാണ് അവരുടെ വാഹനങ്ങൾ തിരിഞ്ഞു നിന്നത് ആ ദിശയിലേക്ക് അവർ സഞ്ചരിച്ചുവെന്ന് ചരിത്ര യാഥാർത്ഥ്യമാണ്. എന്നിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇന്ത്യ ഉൾപ്പെടെ കേരളക്കാരെ ഉൾപ്പെടെ ഈ സന്ദേശത്തിന്റെ വാഹകരായി ഭാഷ അറിയാതെ സംസ്കാരം അറിയാതെ അവർ എത്തിപ്പെടുകയും എന്നിട്ട് ഈ സന്ദേശം കൈമാറുകയും ചെയ്തപ്പോൾ ആദ്യത്തെ പള്ളി ഇന്ത്യ പാകിസ്ഥാന് ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി, ഈ ലോകത്ത് ആദ്യത്തെ പള്ളി രൂപപ്പെടുത്തപ്പെട്ട പ്രവാചക കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തെ പള്ളി രൂപപ്പെടുത്തപ്പെട്ട നാടാണ് കേരളമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ആ അർത്ഥത്തിലൊക്കെ ആണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. ഖിലാഫത്ത് നഷ്ടപ്പെട്ടപ്പോൾ ആദ്യമായി ആ ഖിലാഫത്ത് പ്രസ്ഥാനം രൂപം കൊണ്ട നാടാണ് നമ്മളുടെ നാട്. അലി മുസ്ലിയാരും മമ്പുറം തങ്ങളും അതേപോലെ എന്തൊക്കെ മഹാരഥന്മാര ഒരു 6 മാസമാണെങ്കിലും ഒരു ഖിലാഫത്ത് തിരിച്ച് സ്ഥാപിച്ച് നടപ്പാക്കിയ വായനയും കുളത്ത് മുഹമ്മദ് ഹാജിയും ഒക്കെ അത് വല്ലാത്തൊരു അനുഭൂതിദായകമായ പ്രവാചക ശൈലിയാണ്. അതുകൊണ്ട് സമയം കുറവായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകന്റെ സന്ദേശം ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഗ്രാമാന്തരങ്ങളിൽ പഞ്ചായത്തുകളിലും വാർഡുകളിലും എവിടെയൊക്കെയുണ്ടോ റോമും പേർഷ്യയും പ്രവാചകൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട് എങ്കിൽ ആ സന്ദേശവുമായി ഇറങ്ങിത്തിരിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. അതിന് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി പ്രവാചകനെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ സന്ദേശങ്ങൾ കൈമാറുന്ന മാസമാക്കാൻ സാധിച്ചാൽ അത് നന്മയാണ്. ആ നന്മയെ നമ്മൾ പിന്തുണക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ഈ സന്ദേശവാഹകരായി ഇറങ്ങിത്തിരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ സന്ദേശത്തിന്റെ പ്രചാരണം അത് നാളെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ പ്രവാചകന്റെ ചാരത്തണഞ്ഞ് അത് നിർവഹിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തണയുവാൻ സൗഭാഗ്യം ലഭിച്ച, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തിൽ നിന്നുകൊണ്ട് അല്ലാഹു നോമ്പുകാരന് കിട്ടുന്ന സന്തോഷമുണ്ട്. നോമ്പ് തുറക്കുമ്പോഴും ഒന്ന് അല്ലാഹുവിന്റെ വജ്ഹ് ദർശിക്കുമ്പോഴുമാണ്. അങ്ങനെ അല്ലാഹുവിന്റെ വജ്ഹ് ദർശിക്കുവാൻ സൗഭാഗ്യം ലഭിച്ച, മഹാ അനുഗ്രഹം ലഭിച്ച, എല്ലാ അർത്ഥത്തിലും ഇതിനെ സത്യപ്പെടുത്തിയ സക്കാത്തിന്റെ കാര്യത്തിൽ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സക്കാത്തിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ ഈ ദീനിനെ സത്യപ്പെടുത്തിയ മഹാസൗഭാഗ്യവാന്മാരുടെയും സൗഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരം സംരംഭങ്ങൾ എത്ര ആള് കുറവാണെങ്കിലും ചെറിയ പ്രോഗ്രാം ആണെങ്കിലും അല്ലാഹുവിൽ അത് സ്വീകാര്യമായിരിക്കും. കാരണം അതിന്റെ ഉദ്ദേശം അതേപോലെ അടിസ്ഥാനങ്ങളും നന്നായി കഴിഞ്ഞാൽ അങ്ങനെ സ്വീകാര്യമായ ഒരു ഒത്തുകൂടലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒത്തുകൂടലിൽ തീരുമാനിച്ച് സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ വീഴ്ചകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുമാറാവട്ടെ. ഈ സമുദായത്തെ പ്രത്യേകിച്ച് സാഹചര്യം പറയേണ്ടതില്ല, ലോകതലത്തിലും കേരള തലത്തിലും ഒക്കെയുള്ള സാഹചര്യം പറയേണ്ടതില്ല. ഇസ്ലാം ആര് പറഞ്ഞു? ഉസ്താദ് പറഞ്ഞതുപോലെ ആര് ഇസ്ലാമിന്റെ ചെറിയ കാര്യങ്ങൾ എടുത്തു പിടിച്ചോ അവരൊക്കെ ഭീകരവാദികളും തീവ്രവാദികളുമാക്കി മാറ്റുന്ന പ്രവാചകന്റെ ഏറ്റവും വിശുദ്ധനായ പ്രവാചകനെ വളരെ വൃത്തികെട്ട രീതിയിൽ ആരോപണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, വിവാഹത്തിന്റെ പേരിലുമൊക്കെ ആരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പശ്ചാത്തലത്തിൽ
ഒന്നിച്ച് ഐക്യത്തോടുകൂടി റസൂലിന് വേണ്ടി ഐക്യത്തോടുകൂടി സംസാരിക്കുവാൻ, അതേപോലെ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അവിടെയൊക്കെ വെളിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ആ കാര്യത്തിൽ ഒരുമിക്കുവാൻ എനിക്ക് സാധിക്കണം. ഞാൻ അവസാനമായി ഒരു വാക്കുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യൂത ക്രൈസ്തവെ ഒരുമിപ്പിക്കുവാൻ പറഞ്ഞ മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നീ എന്ത് ചെയ്യണം? നീ പ്രഖ്യാപിക്കണം, നമുക്കും അവർക്കും നിങ്ങൾക്കും ഒന്നിക്കാവുന്ന കാര്യത്തിൽ അവരെ നിങ്ങൾ ഒന്നിപ്പിക്കണമെന്ന് പറഞ്ഞ ഈ സമുദായത്തിന്റെ മക്കൾ, ഈ സമുദായത്തിലെ സഹോദരങ്ങളെ പോലും ഒന്നിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാതെ പോയാൽ നമ്മളുടെ കർമ്മങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. ഈ ഒന്നിപ്പിക്കുന്ന ഈ സംവിധാനം അത് എത്ര ചെറുതാണെങ്കിലും അത് വലിയ പുണ്യകരമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോകുന്ന വീഴ്ചകൾ അല്ലാഹു നമുക്ക് പുറത്തു തരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത മഹാഭാഗ്യവാന്മാരുടെയും ഭാഗ്യവതികളുടെയും കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രാൻ. ജസാക്കല്ലാഹു ഖൈറൻ.